നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തേങ്ങാച്ചോറാണ്. സൗത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും നല്ല തേങ്ങാച്ചോറ് കിട്ടും. പക്ഷേ മലബാർ തേങ്ങാച്ചോറ് കഴിക്കണമെങ്കിൽ അവിടെ തന്നെ പോകേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ചൂടാക്കുക. ഉരുകി വരുമ്പോൾ 2 കഷ്ണം കറുവാപ്പട്ട, 1-2 ഏലക്ക, 2 ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് അങ്ങ് വഴറ്റുക. ഒരു നല്ല മണം വരും. ഒരു എൻ്റർടൈൻമെൻറ്റ് അതങ്ങ് ആസ്വദിച്ചോളൂ. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ രുചികൾ അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ബ്ലോഗിൻ്റെ ഭാഗമാണ് ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഇനി കുഞ്ഞുള്ളി അരിഞ്ഞത് അങ്ങ് ചേർത്ത് മൂപ്പിക്കുക. അദ്ദേഹം അങ്ങ് മൂത്ത് വരുമ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇത്ര സമയം ആലോചിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി അരി ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള ഏത് ടൈപ്പ് അരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അക്കാര്യത്തിൽ ഇവിടെ കടുംപിടുത്തമൊന്നുമില്ല. ഇവിടെ ഞാൻ ചേർത്ത് ബസുമതി അരിയാണ്, നമ്മുടെ ബിരിയാണി അരി. അതിട്ട് കുറച്ച് നേരം അങ്ങ് മൂപ്പിക്കുക. ഇനി 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. സംഭവം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നിർബന്ധമാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ ഉണക്കമുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ടോ കാണാനൊരു ലുക്കൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ കൂട്ട് പോത്ത് വരട്ടിയതാണ് ബെസ്റ്റ്. നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറിയും ചേരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ബട്ടൺ ഞെക്കുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.